നമ്മുടെ ബയോളജി എക്സാം ഡേ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും SSLC ബയോളജി മോഡൽ എക്സാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മളെ ക്രിസ്മസ് എക്സാം അതുപോലെ തന്നെ നമ്മുടെ ഓണം എക്സാം ഒക്കെ വെച്ച് നോക്കുമ്പം കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു പേപ്പറായിരുന്നു. എന്ന് വെച്ചാൽ കുറേ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പാറ്റേൺ ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എന്തായാലും നമ്മൾ ആൻസർ കീയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒന്നാമത്തെയും അതേപോലെ തന്നെ മൂന്നാമത്തെ ദെൻ 5, 6 ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെയും ദെൻ നമ്മുടെ 4ാമത്തെയും ചാപ്റ്റേഴ്സിൻ്റെ ചെയ്യുന്നുണ്ടാവും. സോ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമ്മൾ സെക്കൻഡ് ഇതിൽ ചെയ്യുന്നുണ്ടാവും. കംപ്ലീറ്റ് ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഇടയ്ക്ക് ഓരോ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ആകുമ്പോൾ മിസ് ആ ക്വസ്റ്റ്യൻ സ്കിപ്പായി എന്ന് പറയണ്ട. അതിന് വേണ്ടിയിട്ടാണ് മിസ് ആദ്യമേ പറഞ്ഞത്. എല്ലാ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ടാവും, പക്ഷേ നമ്പേഴ്സിൽ ചെറിയ ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ കീ ചെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ നിന്നാണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് ഇന്നലെ മിസ് ന്യൂക്ലിയോടൈഡിൻ്റെ ഭാഗം എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോസ്ഫേറ്റ് മോളിക്യൂളാണ്, വൈ എന്ന് പറഞ്ഞാൽ ഷുഗറാണ്, സെഡ് നൈട്രജൻ ബേസ് ആണ്. അതായത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അതാണോ കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മാർക്സും കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അഗെയിൻ നമ്മുടെ ബയോളജി ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ അതിൽ റീകോമ്പിനൻ്റ് DNA ടെക്നോളജീൻ്റെ കാര്യങ്ങൾ ഇന്നലെ ഫ്ലോ ചാർട്ടൊക്കെ നോക്കി വെക്കണം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് പ്ലാസ്മിഡ്സ് യൂസ് ടു കട്ട് സ്പെസിഫിക് ജീൻ. അത് തെറ്റാണ് അല്ലേ. നമുക്ക് നമ്മുടെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ് കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി DNA ഫ്രാഗ്മെൻറ്റ്സ് ഫ്രം 2 or more ഡിഫറെൻറ്റ് ഓർഗാനിസംസ് കമ്പൈൻ ചെയ്യും. ശരിയാണ്. റീകോമ്പിനൻ്റ് എന്ന് പറയുമ്പോൾ പുതിയ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഓർഗാനിസംസിൻ്റെ DNA ആണ്. സോ ഇത് കറക്റ്റാണ്. ദെൻ ലിഗേസ് എൻസൈം ആണ് ജോയിൻ ചെയ്യാൻ യൂസ് ചെയ്യാം. അതും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് 2ഉം 3ഉം കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ചെറിയ ക്ലാരിറ്റി പ്രശ്നമുണ്ട്. എന്നാലും 1 is incorrect, 2 and 3 are correct. അതായത് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനും ശരിയായി, നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടി. ഇനി അടുത്തത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ബിഹൈൻഡ് സെൻസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ പിന്നെ എന്താണ് ചെയ്യുക, നമ്മുടെ സൗണ്ട് വൈബ്രേഷൻസ് കളക്ട് ചെയ്യും അല്ലേ. സോ ഡയറക്റ്റ് ദ സൗണ്ട് വേവ്സ് ഇൻ ടു ദ ഓഡിറ്ററി കനാൽ. സൗണ്ട് വൈബ്രേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഓഡിറ്ററി കനാലിലെ കർണ്ണനാളത്തിന് കൊടുക്കും. അപ്പം എക്സ് നമുക്ക് 3 കിട്ടണം. എക്സ് 3 കിട്ടുന്ന ഈ ഒരു ഒറ്റ ഓപ്ഷനല്ലേ ഉള്ളൂ, ഓപ്ഷൻ ബി. ഇനി വേറെ നോക്കിക്കോ വേണമെങ്കിൽ. ഇയർ ഓസിക്കിൾസ് എന്താ ചെയ്യുക, വൈബ്രേഷൻസ് ഓവൽ ഇൻഡോയിലേക്ക് പാസ് ചെയ്യും. അപ്പം വൈ നമുക്ക് 4, വൈ 4 ആൻഡ് സെഡ് കോക്ലിയാണ് നമുക്ക് ഇമ്പൾസസ് ഉണ്ടാക്കുന്നത്. കാരണം അവിടെയാണ് നമ്മുടെ എന്തുള്ളത്, നമ്മുടെ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ഉള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്സ് കിട്ടി. ഇനി ഇതാ നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻസ് ATRMS ചെയ്യുന്നുണ്ടാവും. 4ാമത്തെ ക്വസ്റ്റ്യൻ ഇത് 5ാമത്തെയാണ്. ഇത് ഇന്നലത്തെ ലൈവിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. സെയിം ക്വസ്റ്റ്യൻ ഡയഗ്രാംസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്ന മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം വിച്ച് ഇസ് ദ ജെനറ്റിക് പ്രോസസ് ഇല്ലസ്ട്രേറ്റഡ് ഹിയർ, ക്രോസിംഗ് ഓവർ. ഇനി അടുത്തത് വിച്ച് പാർട്ട് ഇസ് മാർക്ക്ഡ് ആസ് എക്സ്. ഇങ്ങനെ എക്സ് എന്ന് മാർക്കായിട്ടുള്ളത് ഏതാണ്, കയസ്മയാണ്. ആൻഡ് വാട്ട് ഇസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. കയസ്മയുടെ സിഗ്നിഫിക്കൻസ് എന്താണ്, ആ ഭാഗത്താണ് ക്രൊമാറ്റിഡുകൾ മുറിഞ്ഞിട്ട് നമ്മുടെ ക്രൊമാറ്റിഡ്സിൻ്റെ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ജെനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത്. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇത് നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നുണ്ടാവും, 2 മാർക്സ്. ഓക്കെ, ഇനി അടുത്തത് ഇത് നമ്മളുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് കണ്ടിന്യൂഷൻ ആയിട്ടാണ് കേട്ടോ വരുന്നത്. 5 പിന്നെ 6. ഇവിടെ നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതിൽ ഏതാണ് നിങ്ങൾ എഴുതിയത് നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. ഇനി ആദ്യത്തത് എന്താ, ഒരു കുട്ടി ഡിം ലൈറ്റിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഓക്കെ, എന്നിട്ട് പെട്ടെന്ന് ആ കുട്ടി എങ്ങോട്ടേക്ക് മാറി, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ലൈറ്റിലേക്ക്, നല്ല പ്രകാശമുള്ള ഭാഗത്തേക്ക് മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പ്യൂപ്പിളിൽ എന്ത് ചേഞ്ച് ആണ് വരിക. നമ്മൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഈ പ്യൂപ്പിളിൻ്റെ സൈസുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ലൈവിൽ. അപ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് എന്ത് ചെയ്യും, ഇൻറ്റൻസ് ലൈറ്റിലേക്ക് വരുമ്പോൾ ഡിം ആവും. അതാണ് നിങ്ങൾ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ വിച്ച് മസിൽ ഇൻ ദ ഐറിസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ചേഞ്ച് ആൻഡ് വാട്ട് ഇസ് ഇറ്റ്സ് ആക്ഷൻ. ഏത് മസിലാണ് നമ്മുടെ സൈസ് ചെറുതാക്കുന്ന ആളെന്ന് പറഞ്ഞാൽ സർക്കുലാർ മസിലാണ്. സർക്കുലാർ മസിൽ എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. ഇങ്ങനെ ആദ്യത്തെ ഏത് മസിലാണ് ഇതിനെ സഹായിക്കുന്നത് വെച്ചാൽ സർക്കുലാർ മസിൽ കോൺട്രാക്ട് ചെയ്യും. എന്താണ് ഇതിൻ്റെ ആക്ഷൻ, അതാണ് അടുത്തത്, സർക്കുലാർ മസിൽ കോൺട്രാക്ട്. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. ഇനി അതല്ല നിങ്ങൾ ഓപ്ഷൻ ബി ആണ് എഴുതിയെന്നുണ്ടെങ്കിൽ ഇതും നമ്മൾ ഇന്നലെ ഫ്ലോ ചാർട്ടായിട്ട് മിസ് സ്മെല്ലും ടേസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, റൈറ്റ് ദ സ്റ്റേജസ് ഇൻവോൾവ് ഇൻ ദ ഡിറ്റക്ഷൻ ഓഫ് സ്മെൽ ഇൻ കറക്റ്റ് സീക്വൻസ് യൂസിങ് ദ ഹിൻസ് ഗിവൻ ബിലോ. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട്, സൂചകങ്ങൾ തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ഓർഡറിൽ എഴുതിയാലും മതി. അപ്പോൾ ഓൾഫാക്ടറി പാർട്ടിക്കിൾ,
സ്മെല്ലിന് കാരണമായ പാർട്ടിക്കിൾ അത് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനിൽ കയറണം. മ്യൂക്കസ് മെംബ്രെയിൻ്റെ അകത്താണ് ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ്. അപ്പോൾ റിസെപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആയിക്കഴിഞ്ഞാൽ നെർവ്സ് എന്ത് ചെയ്യും? ഇമ്പൾസസ് ബ്രെയിനിലേക്ക് കൊണ്ടുപോകും. തന്നിരിക്കുന്ന ആൾക്കാരേതാ? ഹാഫ് ഈച്ച്. നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടും. റെഡി? ഇനി ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ നമ്മുടെ 7ാമത്തത് കണ്ടിന്യൂഷനിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബൈ അനലൈസിങ് ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻഡിവിജ്വൽസ് ക്യാൻ ബി ഐഡന്റിഫൈഡ്. ഇവിടെ എന്താണ് പറയുന്നത്? ഇൻഡിവിജ്വൽസിനെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം പരിശോധിച്ച് മനസ്സിലാക്കാം എന്നുള്ള നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടെക്നോളജി ഈസ് മെൻഷൻ ഹിയർ? ഏതാണ് ഈ ടെക്നോളജി? DNA പ്രൊഫൈലിംഗ് അല്ലെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് എന്നൊക്കെ എഴുതിയാൽ മാർക്ക് കിട്ടും. അടുത്തത്, ഹൗ ക്യാൻ ഇൻഡിവിജ്വൽസ് ബി ഐഡൻറ്റിഫൈഡ് യൂസിങ് ദിസ് ടെക്നോളജി? അതേ ക്വസ്റ്റ്യൻ അല്ലേ നമ്മൾ ഇന്ന് എഴുതിയത്? എങ്ങനെയാണ് ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇൻഡിവിജ്വൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക? കാരണം ഈ ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ് ഒന്നും കൂടി എഴുതണേ. അറേഞ്ച്മെൻറ്റ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് യുണീക്ക്. ഓരോ വ്യക്തിയുടെയും ന്യൂക്ലിയോടൈഡ് അറേഞ്ച്മെൻറ്റ് യുണീക്കാണ്. അപ്പോൾ അത് നമുക്ക് ഓരോ വ്യക്തിയുടെയും ഐഡൻറ്റിറ്റി ആയിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്സ് കിട്ടി. ഓക്കെ, ഇനി ഇത് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് ഇതിൻ്റെ ഒരു 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കണ്ടിന്യൂഷനിലാണ് വരുന്നത്, ഗ്യാപ്പ് ഒന്നും വന്നിട്ടില്ല. ഇനി ദ ബ്ലഡ് ടെസ്റ്റ് റിസൾട്ട് ഓഫ് 2 ഇൻഡിവിജ്വൽസ് ആർ ഗിവൻ. 2 ഇൻഡിവിജ്വൽസിൻ്റെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടാണ്. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആൻറ്റിജൻ ഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻറ്റിജൻ ഡി എന്ന് പറഞ്ഞാൽ അത് RH ആൻറ്റിജൻ ആണ്. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ ഡിയും ബിയും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആൻറ്റിജൻ ഡി ഉണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്, ആൻറ്റിജൻ ബി ഉണ്ടെങ്കിൽ അത് ബി ബ്ലഡ് ഗ്രൂപ്പാണ്, അപ്പോൾ ബി പോസിറ്റീവ്. പക്ഷേ വൈ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ എന്താ പറഞ്ഞത്? ആൻറ്റിജൻ ഡി ഓൺലി. അതായത് ആൻറ്റിജൻ എ ഇല്ല, ആൻറ്റിജൻ ബി ഇല്ല, 2 ആൻറ്റിജൻസും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഏതാണ്? അത് O ബ്ലഡ് ഗ്രൂപ്പാണ്. പിന്നെ ആൻറ്റിജൻ ഡി ഉണ്ടെന്നും പറഞ്ഞു, അപ്പോൾ അത് O പോസിറ്റീവാണ് അല്ലേ? അപ്പോൾ നമുക്ക് O പോസിറ്റീവും പിന്നെ B പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഐഡൻറ്റിഫൈ ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ആൻറ്റിജൻ ബി ഉള്ളതും RH ആൻറ്റിജൻ ഉള്ളത് B പോസിറ്റീവ്. ആൻറ്റിജൻ ഡി മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ എയും ബിയും ഇല്ല, അപ്പോൾ അതെന്താണ്? O ബ്ലഡ് ഗ്രൂപ്പാണ്, പിന്നെ പോസിറ്റീവാണ് കാരണം ആൻറ്റിജൻ ഡി ഉള്ളതുകൊണ്ട്. വാട്ട് ഈസ് ദ ബേസിസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പിംഗ്? ബ്ലഡ് ഗ്രൂപ്പിങ്ങിൻ്റെ ബേസിസ് എന്താണ്? ആൻറ്റിജൻസിൻ്റെ, അതായത് A ആൻഡ് B ആൻറ്റിജൻസിൻ്റെയും RH ആൻറ്റിജൻ്റെയും പ്രസൻസ് ഓർ ആബ്സെൻസ്. ഈ ഏത് ആൻറ്റിജനാണ് ഉള്ളത്, ഏത് ആൻറ്റിജനാണ് ഇല്ലാത്തത് എന്നുള്ളതിൻ്റെ ബേസിസിലാണ് ഓരോരുത്തരുടെ ബ്ലഡ് ഗ്രൂപ്പ് വരിക. സോ ആൻറ്റിജൻ A ആൻഡ് B അതുപോലെ RH ആൻറ്റിജൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് ആണ് ഒരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് തീരുമാനിക്കുന്നത്. ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമുക്ക് 2 മാർക്സ് കിട്ടും കേട്ടോ, ഇത് എഴുതി കഴിഞ്ഞാൽ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സെയിം ക്വസ്റ്റ്യൻ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സും വൈയും ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ എക്സ് നമ്മുടെ ഗൈഡ് RNA ആണ്, വൈ നമ്മുടെ Cas9. കണ്ടോ, എക്സും വൈയും. ഇനി അടുത്തത് നമ്മുടെ ഫംഗ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സും വൈയും എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗൈഡ് RNA നമുക്ക് ആ ഒരു കട്ട് ചെയ്യേണ്ട സ്പെസിഫിക് സീക്വൻസ് റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയാനും Cas9 എൻസൈം എന്ത് ചെയ്യാണ്? ആ തിരിച്ചറിഞ്ഞ ഭാഗം കട്ട് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ, 2 മാർക്സ് കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ അസുഖങ്ങളുടെ ബേസിസിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഫൈലേറിയാസിസ് ആണ്. അപ്പോൾ വിച്ച് ഡിസീസ് വാസ് മോസ്റ്റ് അബൻഡൻ്റ്ലി സീൻ എന്ന് ചോദിച്ചാൽ ഫൈലേറിയാസിസ് ആണ്. ആരാണ് പാത്തോജൻ? ഫൈലേറിയൽ വിരകൾ അല്ലെങ്കിൽ നമ്മുടെ ഫൈലേറിയൽ വേംസ് ആണ്. ഇനി അടുത്ത ചോദ്യം, റൈറ്റ് ദ കോസ് ആൻഡ് പ്രിവെൻഷൻ മെത്തേഡ്. അപ്പോൾ ഈ അസുഖത്തിന് കാരണം മൊസ്കിറ്റോ ആണ് അല്ലേ? ഫൈലേറിയൽ വേംസിനെ എന്ത് ചെയ്യാണ്? നമ്മുടെ മൊസ്കിറ്റോ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഫൈലേറിയൽ വിരകൾ അല്ലെ ഫൈലേറിയൽ വേംസ് നമ്മുടെ ലിംഫാറ്റിക് കാപ്പിലറിയിൽ ലോഡ്ജ് ചെയ്യും, അവിടെ തങ്ങി നിന്ന് അവിടെ ബ്ലോക്ക് ആകും. അങ്ങനെ ലിംഫിൻ്റെ ഫ്ലോ ബ്ലോക്ക് ആകുമ്പോൾ അത് വീർത്ത് വരുന്നതാണ് ഫൈലേറിയാസിസ്. പ്രിവെൻഷൻ മെത്തേഡ് എന്താണ്? മൊസ്കിറ്റോൻ്റെ ഡിസ്ട്രക്ഷൻ, കൊതുകുകളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ വീടുകളിലെ ജനലുകളിൽ മൊസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാം, കാരണം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതുകുകൾ മുട്ടയിടും. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്സ് കിട്ടി. ഓക്കെ, ദെൻ അടുത്തതാ, ഇത് നമ്മൾ ഇന്നലത്തെ ലൈവ് കഴിയാൻ നേരം ആരോ ചോദിച്ചു, മിസ് സിക്കിൾ എന്ന് പറയുമ്പം എന്താണ് വരിക, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ പേരെന്നുള്ള ചോദിച്ചപ്പോൾ മിസ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഡിസീസ് കണ്ടീഷൻ ഇൻഡിക്കേറ്റഡ് ഹിയർ? ഇങ്ങനെ സിക്കിൾ ഷേപ്പ് ആകുന്നത് സിക്കിൾ സെൽ അനീമിയ. വാട്ട് ഇസ് ദ കോസ്? ഇതൊരു ജനറ്റിക് ഡിഫക്റ്റ് ആണ്. എന്തിനാണ്? നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കേണ്ട ജീൻ തകരാറിലായി. ഓക്കെ, ദെൻ അടുത്തത്, ഹൗ ഡസ് ദിസ് കണ്ടീഷൻ എഫക്റ്റ് ആ ബോഡി? അപ്പോൾ ഹീമോഗ്ലോബിൻ ആണ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഓക്സിജൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അതേപോലെ തന്നെ ഈ സിക്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള RBCകൾ നമ്മുടെ ബ്ലഡ് കാപ്പിലറിയിൽ പോയിട്ട് ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആക്കും. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് ബ്ലഡ് കാപ്പിലറി ആൻഡ് ബ്ലോക്ക് ബ്ലഡ് ഫ്ലോ.
ബ്ലഡ് ഫ്ലോ എന്താകും? ബ്ലോക്ക് ആവും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്സ് കിട്ടി. ഓക്കെ, അതാണ് മിസ് പറഞ്ഞത്. കമ്പാരിറ്റീവ്ലി സിമ്പിളാന്ന് പറയാൻ കാരണം കുറേ ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഇങ്ങനത്തെ ഒരു ക്രോസ് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമെന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ നല്ല സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, പർപ്പിൾ കളർ ഫ്ലവറും ടോൾ പീ പ്ലാന്റും. ആൻഡ് ഇത് മിസ് പറഞ്ഞു ക്യാപിറ്റൽസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഡോമിനൻറ്റ് ക്യാരക്ടറാണ്. പിന്നെയോ വൈറ്റ് കളേർഡ് ഫ്ലവറും ഡ്വാഫ് പീ പ്ലാന്റും, നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസ് തന്നെ. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? F1 ജനറേഷൻ കാണിച്ചിട്ട് അതിൻ്റെ ഫീനോ ടൈപ്പ് ചെയ്ത്. അപ്പോൾ F1 ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇതാകുമ്പോൾ ഒരു പിയും ഒരു ടിയും എടുത്തു, ഇതാകുമ്പോൾ ഒരു പിയും ഒരു ടിയും എടുത്തു. F1 ജനറേഷൻ എന്തായിരിക്കും? ഡോമിനൻറ്റ് ക്യാരക്ടർ ആയിരിക്കും, പർപ്പിൾ ഫ്ലവേർഡ് ആയിട്ടുള്ള ടോൾ പീ പ്ലാന്റ് ആയിരിക്കും. അടുത്തത് നോക്കണേ, what are the new phenotypes that appear in the F2 generation formed from F1 plant? അപ്പോൾ ഈ F1 പ്ലാന്റിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്താൽ ഇതാണ് നമ്മുടെ F1 പ്ലാന്റ് അല്ലേ. അപ്പോൾ ഈ F1 പ്ലാന്റിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് കിട്ടുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പാരൻസിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? പാരൻസിൻ്റെ ഫീച്ചേഴ്സാണ് പർപ്പിൾ കളർ ഫ്ലവർ ഉള്ള ടോൾ പീ പ്ലാന്റും വൈറ്റ് ഫ്ലവർ ഉള്ള ഡ്വാഫ് പീ പ്ലാന്റും. ഇത് രണ്ടും പാരൻസിൻ്റെയാണ്. പുതിയ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് എഴുതിയാൽ മതി. പർപ്പിളും ഡ്വാഫും എഴുതാം, വൈറ്റും ടോളും എഴുതാം, കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ന്യൂ ഫീനോടൈപ്പ്. രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് എഴുതിയാൽ മതി. അതും മിസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്രോസ് ഒക്കെ വരച്ചിട്ട് മിസ് മിക്സ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പർപ്പിളും ഡ്വാഫും എഴുതാം, വൈറ്റും ടോളും എഴുതി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അല്ലേ. ഇനി ഇതിൻ്റെ തന്നെ ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതാം. ഇതും നമ്മളിതാ ഇന്നലെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? റെഡ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ക്രോസ് ചെയ്തപ്പം പിങ്ക് ഫ്ലവർ കിട്ടി. ഓക്കെ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ അപ്പിയറൻസ് ഓഫ് പിങ്ക് ഫ്ലവർ? എന്താണ്? ഒരു ഡൗട്ടും വേണ്ട, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ്. പക്ഷെ വേറൊരു ക്വസ്റ്റ്യൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡ്രോ ദ ഇല്ലസ്ട്രേഷൻ ഷോയിങ് ദ ഫോർമേഷൻ ഓഫ് F2 ജനറേഷൻ ആൻഡ് ഫൈൻഡ് ദ ഫീനോടൈപ്പ്. അപ്പോൾ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് പിങ്ക് ആണെന്നാണ് പറഞ്ഞത് അല്ലേ. സെയിം സാധനം മെസ്സേജ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പം ഇത് വന്നാൽ റെഡാണ്, ഇത് വന്നാൽ പിങ്കാണ്, ഇത് വന്നാൽ വൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് പിങ്ക് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സെൽഫ് പോളിനേഷനാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ സെൽഫ് പോളിനേഷൻ എന്ന് പറയുമ്പോൾ ക്രോസ് ചെയ്തോ. അപ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ R സ്മോൾ r, ക്യാപിറ്റൽ R സ്മോൾ r. അപ്പോൾ ഇതെങ്ങനെയാണ് വരിക? ഇതും വന്നു കഴിഞ്ഞാൽ റെഡാണ് അല്ലേ. ഇനി ഇതും അപ്പോൾ ഇവിടെ പിങ്ക് കിട്ടി. ഇതും അപ്പോൾ ഇവിടെ വീണ്ടും പിങ്ക് കിട്ടി. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ വൈറ്റ് കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി? ഒരു റെഡും 2 പിങ്കും ഒരു വൈറ്റും. 1 റെഡ് 2 പിങ്ക് 1 വൈറ്റ്, 1:2:1 റേഷ്യോയിലാണ് നമുക്ക് കിട്ടുന്നത്. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഈ ക്രോസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ഏരിയ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് എൻസൈം ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് ഹൗ ഇറ്റ് ഇസ് ഫോംഡ്? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്ന ആരാണ്? ത്രോംബോപ്ലാസ്റ്റിനാണ്. ആൻഡ് എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ബൈ ദ ഡീജനറേഷൻ ഓഫ് ഇൻജേർഡ് ടിഷ്യൂ ആൻഡ് പ്ലേറ്റ്ലെറ്റ്സും അതുപോലെ മുറിവുണ്ടായ ഭാഗത്തെ കലകളും ചേർന്നിട്ട് ശിഥിലീകരണം, ഡീജനറേഷൻ സംഭവിച്ചിട്ടാണ് ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാവുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് ത്രോംബിൻ ഇൻ ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്? അപ്പോൾ ഇവിടെ ത്രോംബിൻ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ത്രോംബിൻ എന്താണ് നമ്മുടെ രക്തം കട്ട പിടിക്കുന്നതിലുള്ള റോള്? അപ്പോൾ ത്രോംബിൻ എന്താ ചെയ്യുക? ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ഫൈബ്രിൻ നാരുകളാക്കും. ഈ ഫൈബ്രിൻ ഫൈബേഴ്സും RBCയും കൂടി ചേർന്നിട്ടാണ് ബ്ലഡ് ക്ലോട്ട് ആവാം. സിമ്പിൾ. ഓക്കെ, ഇനി നമ്മളത് അപ്പോൾ ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ 2 മാർക്കാണ്, ഇതൊരു മാർക്ക്, അങ്ങനെ ടോട്ടൽ 3 മാർക്സും. ഓക്കെ, ഇനി ഇതായത് ഇന്നലെ മിസ് നിങ്ങൾക്ക് ഈ ഒരു ബോഡി ബാലൻസിങ്ങിൻ്റെ ഈ ഒരു ഡയഗ്രാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മിസ് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം ലീനിയർ മൂവ്മെൻറ്റും റൊട്ടേഷണൽ മൂവ്മെൻറ്റിൻ്റെ കാര്യം. ആ സെയിം കാര്യമാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് വൈ. എക്സ് ഏതാണ്? യൂട്രിക്കിളും സാക്യൂളും കൂടി ചേരുന്നതാണ് നമ്മുടെ വെസ്റ്റിബ്യൂൾ. ആൻഡ് ഇത് നമ്മുടെ സെമി സർക്കുലർ കനാൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് മിസ് പറഞ്ഞത്. റൈറ്റ് ദ ആക്ഷൻസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ പാർട്സ് എക്സ് ആൻഡ് വൈ
റിലേറ്റഡ് ടു മെയിൻറ്റെയിനിങ് ബോഡി ബാലൻസ്. അപ്പോൾ ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എക്സിൻ്റെയും വൈൻ്റെയും റോള്. അതിലെന്താ, എക്സിൻ്റെ റൊട്ടേഷണൽ മൂവ്മെൻറ്റ്, സെമി സർക്കുലർ കനാലിൻ്റെ റൊട്ടേഷണൽ മൂവ്മെൻ്റ് ആണ് നമുക്ക് ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുക. വൈൻ്റെ ലീനിയർ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ രേഖീയ ചലനമാണ് നമുക്ക് ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് ഉണ്ടാക്കുക. അതാണ് അവരുടെ ഇൻവോൾവ്മെൻറ്റ് പറയേണ്ടത്. ഇനി അടുത്തത്, ഹൗ ഇസ് ബോഡി ബാലൻസ് മെയിൻറ്റെയിൻഡ്. എങ്ങനെയാണ് ഇവിടെ ഫ്ലൂയിഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും, അതായത് റൊട്ടേഷണൽ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സെമി സർക്കുലർ കനാലിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് എൻഡോലിംഫ് ഇളകും. ലീനിയർ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ വെസ്റ്റിബ്യൂളിൻ്റെ ഉള്ളിലുള്ള എൻഡോലിംഫ് ഇളകും. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ഹെയർ സെൽസ് ഉണ്ടാവും. ഹെയർ സെൽസ് മൂവ് ചെയ്താൽ സ്റ്റിമുലേറ്റഡ് ആകും, അത് ഇമ്പൾസസ് ഉണ്ടാക്കും. വെസ്റ്റിബുലാർ നെർവ് അതിനെ ബ്രെയിനിലേക്ക് എത്തിച്ചാൽ, അത് പ്രത്യേകിച്ച് സെറിബെല്ലത്തിൽ എത്തിച്ചാൽ ബോഡി ബാലൻസ്. സിമ്പിൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു റോള് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്സ് ആണ് കിട്ടുക കേട്ടോ. 2 മാർക്സ് ആണ് ആ ഒരു സാധനത്തിന്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതിയാൽ 1 മാർക്ക്, അങ്ങനെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ അടുത്ത ആൾ നമ്മുടെ കണ്ണ്. ഇന്നലത്തെ നമ്മുടെ ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 ആൾക്കാർ അതുപോലെ മാർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്, സീലിയറി മസിൽസും ഐറിസും. ഓക്കെ, അപ്പോൾ ദേ എക്സ് ആരാണ്, എക്സ് കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഐറിസ് ആണ്. ആൻഡ് വൈ എന്ന് പറഞ്ഞാൽ കോർണിയ, സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീലിയറി മസിൽസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ കണ്ടിന്യൂസ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ എഫക്ട് ദ പാർട്ട് വൈ. വൈ എന്ന് പറഞ്ഞാൽ കോർണിയ ആണ്. അപ്പം വൈറ്റമിൻ എയുടെ കണ്ടിന്യൂസ് ഡെഫിഷ്യൻസി എങ്ങനെയാണ് വൈനെ എഫക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണിയ എന്തായിട്ട് മാറും, ഡ്രൈ ആൻഡ് ഒപ്പേക്ക് ആയിട്ട് മാറും, വരണ്ടതും അതാര്യമായിട്ട് മാറും. അടുത്തത്, വിച്ച് പിഗ്മെൻറ്റ് ഇസ് പ്രസൻറ്റ് ഇൻ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ അത് ഐറിസ് ആണ്. ഐറിസിലുള്ള പിഗ്മെൻ്റ് ആണ് മെലാനിൻ. ആൻഡ് മെലാനിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് തരുന്നുണ്ട്, നമ്മുടെ കണ്ണിന് കളർ കൊടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ UV റേസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് സെഡ്. സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീലിയറി മസിൽസ് ആണ് അല്ലേ. പവർ ഓഫ് അക്കോമഡേഷൻ, ഒബ്ജക്റ്റിൽ നിന്ന് നമ്മുടെ കണ്ണിലുള്ള ദൂരം അനുസരിച്ച് നമ്മുടെ കർവേച്ചർ ഓഫ് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ, സീലിയറി മസിൽസിൻ്റെ ഫംഗ്ഷൻ. കഴിഞ്ഞു. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പാത്ത് ഓഫ് എവല്യൂഷനും കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസംസിൻ്റെയും ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസർക്ക് ATRMS പറഞ്ഞു തരുന്നുണ്ടാകും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടെ കണ്ടതിന് ശേഷം നിങ്ങൾ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ടോട്ടൽ മാർക്സ് എത്ര എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇതാലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഈ മാർക്സിലും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് പബ്ലിക് എക്സാമും ഇതിലും ഈസി ആകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടി കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ അർച്ചന മിസ് അടിപൊളിയായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മിസ്സിൻ്റെ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മിസ്സിന് 2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ 2 ചാപ്റ്റേഴ്സിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്, നമ്മുടെ കീമോ റിസപ്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ഗിവൺ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. അപ്പോൾ സ്റ്റേറ്റ്മെന്റും റീസണും ആദ്യം തന്നെ നമുക്ക് വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, പീനിയൽ ഗ്ലാൻഡ് ഈസ് നോൺ ആസ് ദ ബയോളജിക്കൽ ക്ലോക്ക്. കറക്റ്റ് അല്ലേ മക്കളെ? പീനിയൽ ഗ്ലാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ പീനിയൽ ഗ്രന്ഥിനെയാണ് നമ്മൾ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിച്ചിട്ടുള്ളത്. കറക്റ്റ് ആണ് അല്ലേ? അത് കറക്റ്റ് ആണ്. അപ്പോൾ അതായത് നമുക്ക് ടിക്കറ്റ് കൊടുക്കുക, അത് കറക്റ്റ് ആണ്. ഇനി റീസൺ എന്താ പറഞ്ഞിട്ടുള്ളത്, ദ ഹോർമോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പീനിയൽ ഗ്ലാൻഡ് ഇൻ അസോസിയേഷൻ വിത്ത് ദ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം പ്രിപ്പയർ ദ ബോഡി ടു ഫേസ്. അല്ലേ? അതായത് ഈ പീനിയൽ ഗ്ലാൻഡ് നമ്മുടെ സിമ്പതറ്റിക് സിസ്റ്റമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഒരിക്കലും ഒന്നുമില്ല അല്ലേ? അത് ആക്ച്വലി ഈ പീനിയൽ ഗ്ലാൻഡ് അല്ല എന്തിനെ സഹായിക്കുന്നത്, സിമ്പതറ്റിക് സിസ്റ്റത്തിൽ നമുക്ക് ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ആക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അത് തെറ്റല്ലേ? അത് തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, പക്ഷേ റീസൺ ഈസ് ഫോൾസ്. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് കേട്ടോ. റെഡി, സെറ്റ് ആണല്ലോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്, ബാക്കിയുള്ള കണ്ടുപിടികൾക്ക് അർച്ചന പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുക, if a myelin sheath of a myelinated neuron is damaged, how will it affect the neuron? അതായത് ഒരു മൈലിനേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂറോണിൻ്റെ മൈലിൻ ഷീത്ത് ഇല്ലാതായി പോയി. അപ്പോൾ അത് അതിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സംഭവം സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടില്ലേ മൈലിൻ ഷീത്തിൻ്റെ ഫംഗ്ഷൻസ്, അത് ഇല്ലാതാകും എന്നുള്ള അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അതായത് എന്താണ്, ഇവിടെ മൈലിൻ ഷീത്ത് എന്തിനാ സഹായിക്കുന്നത്, ട്രാൻസ്മിഷൻ സ്പീഡായിട്ട് നടത്താൻ അല്ലേ, ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷൻ സ്പീഡായിട്ട് നടത്താനാണ് അവർ സഹായിക്കുന്നത്. അപ്പോൾ അതെന്ത് സംഭവിക്കും, നേരെ ഓപ്പോസിറ്റ് ചെയ്ത് വയ്ക്കുക. അതായത് എന്ത് ചെയ്യുന്നു, ആ ഇമ്പൾസസിൻ്റെ ട്രാൻസ്മിഷൻ സ്ലോ ആകും. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ കുറയുന്നു. അല്ലെങ്കിൽ നമുക്ക് ഈ ഇതൊക്കെ എന്തിനാ സഹായിക്കുന്നത്, നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഇതാണ്, സ്ലോവർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് എന്നുള്ളതാണ് നിങ്ങൾ നിർബന്ധമായിട്ട് എഴുതേണ്ട പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ന്യൂറോളജിക്കൽ ഇഷ്യൂസിന് കാരണമാകുന്നു എന്നുള്ളത് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ പുവർ കോർഡിനേഷൻ ഓഫ് ബോഡി ഫംഗ്ഷൻസ്. കാരണം നമുക്കറിയാം നെർവസ് സിസ്റ്റമാണ് നമ്മുടെ ബോഡി ഫംഗ്ഷൻസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിന് പ്രശ്നമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ബോഡി ഫംഗ്ഷൻസിനെ ബാധിക്കില്ല, അതിൻ്റെ കോർഡിനേഷനെയൊക്കെ അത് ബാധിക്കും എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എഴുതാം.
അതായത് ശാരീരിക പ്രവർത്തനങ്ങൾക്കൊക്കെ നടക്കാനായിട്ട് പ്രശ്നമുണ്ടാകുക എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് അവിടെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ. യെസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ അവിടെ പോയി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇവിടെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമുക്ക് റീഡ്രോ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എന്തായാലും വരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഏതാണ് മക്കളെ? എക്സ് എന്ന് പറയുന്നത് തലാമസ് ആണ്. ഒരിക്കലും ഹൈപ്പോ തലാമസ് എഴുതരുത്. ഇവിടെ കണ്ടോ, ഇതാണ് നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിനോട് തൊട്ടടുത്തുള്ള ഈ ഒരു ഭാഗമാണ് എന്ത്? അതാണ് നമ്മുടെ ഹൈപ്പോ തലാമസ് വരിക. ഓക്കെ, ഈ ഭാഗം ഏതാണ്? നമ്മുടെ തലാമസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ചിലപ്പോൾ കുറേ പേര് മെഡുല്ല ഒബ്ലങ്കേറ്റ എന്നുള്ളത് എഴുതാൻ സാധ്യതയുണ്ട്. മെഡുല്ല ഒബ്ലങ്കേറ്റ അല്ല, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഇത് മിഡ് ബ്രെയിൻ, ഇത് പോൺസ്, ദെൻ ഈ അടിഭാഗത്ത് കാണുന്നതാണ് എന്ത്? നമ്മുടെ ബ്രെയിൻ സ്റ്റെമിൽ നമ്മൾ പഠിച്ചല്ലേ, അതാണ് മെഡുല്ല ഒബ്ലങ്കേറ്റ. അപ്പോൾ അതിൽ ഈ ഒരു പോർഷൻ വരുന്നത് ഏതാണ്? അത് നമ്മുടെ പോൺസ് ആണ് കേട്ടോ, പോൺസ് ആണ് വരുന്നത്. മിഡ് ബ്രെയിൻ, പോൺസ്, മെഡുല്ല ഒബ്ലങ്കേറ്റ. ഓക്കെ, അത് നമ്മുടെ ബ്രെയിൻ സ്റ്റെമിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം എന്ന് പറയുന്നത് പോൺസ് ആണ്. ഇനി അതേപോലെ തന്നെ ഈ സെഡ് എന്ന് കൊടുത്തിട്ടുള്ള ഭാഗം ഏതാണ്? ചെവിയിൽ പൂവെച്ച പോലുള്ളത്, അത് നമ്മുടെ സെറിബെല്ലമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സും വൈയും ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ എന്താണ്? ഹൗ വിൽ ദ ഡിഫക്റ്റ് ഇൻ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് സെഡ് എഫക്ട് ദ ബോഡി? ഈ പറയുന്ന സെഡ് ഭാഗത്ത്, അതായത് നമ്മുടെ സെറിബെല്ലത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെ എഫക്ട് ചെയ്യും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? സെറിബെല്ലത്തിന്റെ ഫംഗ്ഷന് പ്രശ്നം ഉണ്ടാവുന്ന എഴുതി വെച്ചാൽ മതി. അപ്പോൾ അതായത് സെറിബെല്ലത്തിന്റെ ഫംഗ്ഷനാണ് ബോഡിയുടെ ഈക്വിലിബ്രിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സെറിബെല്ലത്തിന് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ബോഡിയുടെ ഈക്വിലിബ്രിയം നമുക്ക് ലോസ് ആവും എന്നുള്ള അവിടെ എഴുതി വെച്ചാൽ മതി. അതേപോലെ തന്നെ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷനാണ് മസ്കുലർ കോർഡിനേഷൻ. അപ്പോൾ സെറിബെല്ലത്തിന് പ്രശ്നമാണെങ്കിൽ ലോസ് ഓഫ് കോർഡിനേഷൻ ഓഫ് മസ്കുലർ ആക്ടിവിറ്റീസ്, നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ കോർഡിനേഷൻ നമുക്ക് കുറഞ്ഞു പോകും. അങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ചാൽ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. റെഡി? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇതൊരു ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓൺ ആൻ ഐലാൻഡ് where soft fruits were abundantly available as food. ഓക്കെ, സോഫ്റ്റ് ആയിട്ടുള്ള ഫുഡുകളായിരുന്നു ആദ്യം ഒരു ഐലൻഡിൽ നിറയെ ഉണ്ടായിരുന്നത്. എ സഡൻ ക്ലൈമറ്റ് ചേഞ്ച് ലെഡ് ടു ദ ഡിസപ്പിയറൻസ് ഓഫ് സോഫ്റ്റ് ഫ്രൂട്ട്സ്. അതായത് പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഒഴിവായിപ്പോയി, ഇല്ലാതായിപ്പോയി. ഓക്കെ, ലിവിങ് ഓൺലി ഹാർഡ് ഷെൽഡ് ഫ്രൂട്ട്സ് ആസ് ദ അവൈലബിൾ ഫുഡ് സോഴ്സ്. അല്ലെ, പിന്നീട് ഉണ്ടായത് എന്ത് മാത്രമുള്ളൂ? ഹാർഡ് ആയിട്ടുള്ള ഷെല്ലുള്ള ഫ്രൂട്ടുകൾ മാത്രമേ പിന്നീടുള്ളൂ. അപ്പോൾ ഹൗ വിൽ ചേഞ്ച് ദ എഫക്ട് ഓഫ് ദ how will this change affect the survival of the bird population on island? Okay, ഇതെങ്ങനെയാണ് നമ്മുടെ ബേർഡ് പോപ്പുലേഷനെ എഫക്ട് ചെയ്യാന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദിസ് യൂസിങ് ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഇത് നമ്മുടെ ഡാർവിൻ്റെ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആയിട്ട് ബന്ധപ്പെടുത്തി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതും കൂടെ മെൻഷൻ ചെയ്താണ്. നമ്മുടെ ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ തിയറിയിൽ ഡാർവിൻ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് എന്തിലായിരുന്നു? ഡാർവിൻ്റെ ഫിഞ്ചസ്, കുരുവികളായിരുന്നു അല്ലേ, അവരുടെ ബീക്കായിരുന്നു മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇതും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. അതായത് എന്താണ്? ഡാർവിൻ്റെ തിയറി വെച്ച് തന്നെ നമുക്ക് പറയാം, അതായത് എന്താണ്? ആദ്യത്തെ വേരിയേഷൻ ഉണ്ടായിരുന്നു അല്ലേ. കാരണം ആ ഒരു ഐലൻഡിൽ ബേർഡ്സിന് തന്നെ പല ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. തിന്നായിട്ടുള്ള ബീക്കുള്ള ആൾക്കാരും അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ബീക്കുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ ഡിഫറെൻറ്റ് ബീക്കുള്ള ആൾക്കാർ ഈ ഐലൻഡിൽ ഉണ്ടായിരുന്നു അല്ലെ. കാരണം അവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള ജനറ്റിക് വേരിയേഷൻസ് കാരണമാണ് ആ ഒരു വേരിയേഷൻ അവിടെ നിലനിന്നിരുന്നത്. പിന്നീട് എന്താ സംഭവിക്കുക? അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. നമ്മളൊരു ഫ്ലോ ചാർട്ട് പഠിച്ചിട്ടില്ലേ മക്കളെ? അത് കറക്റ്റായിട്ട് അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതായത് എന്താണ്? സോഫ്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഇല്ലാതായി പോയി. അപ്പോൾ ബേർഡ്സിന് എന്ത് ചെയ്യേണ്ടി വന്നു? ഹാർഡ് ഷെല്ലായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് അവർക്ക് കോമ്പീറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ. അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള മത്സരം. ദെൻ അതിലായിരിക്കും ഫിറ്റസ്റ്റ് ആയിട്ടുള്ള സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണല്ലേ. അതായത് എന്താണ്? അർഹതയുള്ളവർ അതിജീവിക്കും. അതായത് എന്താണ്? ഇവിടെ തിക്കായിട്ടുള്ള സ്ട്രോങ് ബീക്സ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർക്ക് ഈ ഹാർഡായിട്ടുള്ള ഷെല്ലൊക്കെ ക്രാക്ക് ചെയ്തിട്ട് അവർക്ക് ആ ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ തിക്കായിട്ടുള്ള സ്ട്രോങ് ബീക്സ് ഉള്ള ആൾക്കാർ സർവൈവ് ചെയ്യും. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു? പെരിഷ് ചെയ്യുന്നു. അതായത് എന്താണ്? ബാക്കിയുള്ളവരൊക്കെ ഇല്ലാതാകുന്നു. ഇനി ലാസ്റ്റ് എന്താണ്? നാച്ചുറൽ സെലക്ഷൻ അല്ലേ. തിന്നായിട്ടുള്ള ബീക്കുള്ള ആൾക്കാരൊക്കെ പോയല്ലോ. അപ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കാം? തിക്ക് ബീക്കഡ് ആയിട്ടുള്ള ബേർഡ്സ് അതെന്ത് ചെയ്യുന്നു? അവരുടെ ആ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ബീക്കിന്റെ ഫീച്ചർ അടുത്ത തലമുറകളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതങ്ങനെ എന്ത് ചെയ്യുന്നു? പുതിയൊരു സ്പീഷീസ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? എങ്ങനെയാണ് ഈ ഒരു രീതിക്ക്, അതായത് മെയിൻ ആയിട്ട് നിങ്ങൾ അവിടെ എഴുതേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറൽ സെലക്ഷൻ്റെ പല ഘട്ടങ്ങളാണ്. അതെന്തായാലും വേണം, ഇത് റിലേറ്റ് ചെയ്തിട്ട് എഴുതണം. ഓക്കെ, ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം, ആ ഒരു ഇത് ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഒരു കിടക്കാച്ചി ക്വസ്റ്റ്യൻ ആണ്. അത് എൻ്റെ കുട്ടികൾക്ക് എന്താ പറയുക, ആ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ലോജിക്കലി ഒന്ന് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി അടുത്തത് ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഇവിടെ വൈ എന്ന് കൊടുത്തിട്ടുള്ള ഏതാണ്? മിസ് ഇന്നലെ പറഞ്ഞായിരുന്നല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ ഏതായിരുന്നു? വൈ എന്ന് പറയുന്നത് നമ്മുടെ കോർട്ടെക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് ഏതാണ്? മെഡുല്ലയാണ് അല്ലേ. ഇനി നമ്മുടെ വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ബൈ എക്സ്? അതായത് മെഡുല്ല പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതാണ് മക്കളെ? നമ്മുടെ എപ്പിനെഫ്രിൻ ഓർ എപ്പിനെഫ്രിൻ ഫംഗ്ഷൻ അല്ലേ ചോദിച്ചത് മിസ്, അത് ഫംഗ്ഷൻ കണ്ടില്ല. ഓക്കെ, എപ്പിനെഫ്രിൻ ഓർ എപ്പിനെഫ്രിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ ഫംഗ്ഷൻ എന്താണ്? എമർജൻസി സിറ്റുവേഷൻസിന് തരണം ചെയ്യാന്നുള്ളതാണ് അല്ലേ. അതിനെ ആ ഒരു ഓവർകം ദ എമർജൻസി
എമർജൻസി സിറ്റുവേഷൻസ് ആണ് ആരുടെ പണി എന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന എപ്പിനെഫ്രിൻ നോർ എപ്പിനെഫ്രിൻ്റെ ഫംഗ്ഷൻ. ഇനി അടുത്തത് വിച്ച് ഹോർമോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈ ദാറ്റ് റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. ഈ വൈ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസ് ഉണ്ടല്ലോ നമ്മുടെ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്, അതിൽ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരായിരുന്നു മക്കളെ, ആൽഡോസ്റ്റിറോൺ ആണ് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത്. റൈറ്റ് വൺ മോർ ഫംഗ്ഷൻ ഓഫ് ദിസ് ഹോർമോൺ. ആൽഡോസ്റ്റിറോണിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്താണ്, മിനറൽസിന്റെ ഈക്വിലിബ്രിയം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത് അവരുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇനി അതേപോലെ തന്നെ വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയതായിരുന്നു അല്ലേ. അതായത് ഇത് ഏതാണ് മക്കൾ, ഇവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുള്ള ഗ്ലാൻഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബാക്കിലുള്ള ആളാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്. അതിൽ ഏത് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏതാണ് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൗ ഡസ് ദിസ് ഹോർമോൺ റെഗുലേറ്റ് ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ബ്ലഡ്. ഈ പാരാതോർമോൺ എങ്ങനെയാണ് കാൽസ്യത്തിന്റെ അളവ് റെഗുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, ഇവരുടെ നമ്മുടെ കിഡ്നിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കാൽസ്യം ഫോസ്ഫേറ്റിന്റെ ഒക്കെ റീഅബ്സോർപ്ഷൻ അല്ലെ, പുനരാഗിരണം നല്ലോണം നടത്തുന്നു. പിന്നെ അതേപോലെ തന്നെ ഇൻഡസ്റ്റൈനിൽ എന്ത് ചെയ്യുന്നു, കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം നല്ലോണം സ്പീഡാക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ബോൺസിന്റെ എന്താ ചെയ്യുക, ബോൺസിൽ നിന്നും ബ്ലഡിലേക്ക് കാൽസ്യം ഫോസ്ഫേറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു, വേഗം മിക്സ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ബ്ലഡിലെ കാൽസ്യത്തിന്റെ അളവ് കൂട്ടുന്നത്. ഇനി വിച്ച് ഇസ് ദ അതർ ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് ടു റെഗുലേറ്റ് ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ ദ ബ്ലഡ്. ഈ കാൽസ്യത്തിന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പാരാതോർമോൺ മാത്രമല്ലല്ലോ, വേറെ ആളും കൂടി ഉണ്ടല്ലോ. ആരായിരുന്നു അത്, നമ്മുടെ കാൽസിറ്റോണിൻ ആണ് അല്ലേ. അത് ഏത് ഗ്ലാൻഡ് ആണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക, തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ദ HbA1c ടെസ്റ്റ് ഓർ റിസൾട്ട്സ് ഓഫ് എ ഫ്യൂ ഇൻഡിവിജ്വൽസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എക്സിന് 5.6 ആണ്, വൈന് 8.2 ഉണ്ട്, സെഡിന് 4.8 ഉണ്ട്. ഇത് മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് HbA1c ടെസ്റ്റ് എന്ന് പറയുന്നത് 3 മാസം കൂടുമ്പോൾ നമ്മൾ ചെയ്യുന്ന, നമുക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ഒരു ടെസ്റ്റാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് HbA1c ടെസ്റ്റ് ഒരു 5.6 കുറവായിരിക്കണം അല്ലേ, എന്നാലാണെന്നുണ്ടെങ്കിൽ അത് നോർമൽ ലെവലാണ്. അതിനേക്കാളും കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇത് രണ്ടെണ്ണം എന്താണ് 5.6 കുറവല്ലേ. അപ്പോൾ അതിനായിട്ട് കൂടുതലായിട്ടുള്ളത് ആർക്കാണ്, വൈ ആണ് അല്ലേ, 8.2 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈ എന്ന് പറയുന്ന പേഴ്സൺ ആണ് ഡയബറ്റിക് ആയിട്ടുള്ളത്. ഇനി ഹൗ ക്യാൻ ദിസ് ഐഡന്റിഫൈഡ് ത്രൂ ദ HbA1c ടെസ്റ്റ് അല്ലേ. ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന HbA1c ടെസ്റ്റിലൂടെ മനസ്സിലായെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ എന്ത് ചെയ്താൽ മതി, HbA1c ടെസ്റ്റിൽ 5.6 കുറവ്, ഇത് 3 മാസം കൂടുമ്പോൾ നടത്തുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് 5.6 കുറവാണെന്നുണ്ടെങ്കിൽ നോർമൽ ഷുഗർ ലെവലാണ്, അതായത് ഗ്ലൂക്കോസ് ലെവലൊക്കെ നോർമലാണ്. പക്ഷേ HbA1c 5.6 കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഉറപ്പിക്കാം, അത് ഡയബറ്റിക് ആണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. അത് അവിടെ എഴുതി വെച്ചാൽ മതി. ഇനി വാട്ട് വിൽ ബി ദ കോൺസിക്വൻസസ് ഇഫ് ഡയബറ്റീസ് ഇസ് നോട്ട് കൺട്രോൾ. ഡയബറ്റീസ് നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് സംഭവിക്കുക, ഒന്നില്ലെങ്കിൽ നമുക്ക് നെഫ്രോപ്പതി എഴുതാം, അല്ലെങ്കിൽ ന്യൂറോപ്പതി എഴുതാം, അല്ലെങ്കിൽ റെറ്റിനോപ്പതി എഴുതാം, എന്താണെന്ന് ചെയ്താം, അല്ലെങ്കിൽ സ്ട്രോക്ക് വരും എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് അവിടെ എഴുതാം കേട്ടോ. അതായത് നെഫ്രോപ്പതി അറിയാലോ, നമ്മുടെ കിഡ്നീനെ ബാധിക്കുന്നു, ന്യൂറോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂറോൺസിനെ ബാധിക്കുന്നു, റെറ്റിനോപ്പതി എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നു. അതൊക്കെ നിങ്ങൾക്ക് അവിടെ എഴുതാം. ഇനി വാട്ട് ലൈഫ് സ്റ്റൈൽ ഷുഡ് ബി അഡോപ്റ്റഡ് ടു കൺട്രോൾ ഡയബറ്റീസ്. ഡയബറ്റീസ് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, എക്സസൈസ് ഒക്കെ നന്നായി ചെയ്യുക, അതേപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സുകൾ നമുക്ക് ഉണ്ടാവണം അല്ലേ. ഇതൊക്കെയാണ് നമുക്ക് അവിടെ എഴുതുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത്, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിസ്സിൻ്റെ പോർഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ബാക്കിയൊക്കെ നമ്മൾ അർച്ചന മിസ്സിൻ്റെ കുട്ടികൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പോർഷൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ കുട്ടികൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ആക്ച്വലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാതും നല്ല ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി നമുക്ക് ഒന്നും ഔട്ട് ഓഫ് സിലബസ് വന്നിട്ടൊന്നുമില്ല, എല്ലാ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഒന്ന് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് എഴുതാൻ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ്സിന് ഇത് തോന്നിയത്, ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട സമയത്ത്. കാരണം നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പണ്ടൊക്കെ ആണെങ്കിൽ നേരെ ഡയറക്റ്റ് നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ കുറച്ചൊന്ന് ആലോചിച്ചിട്ട് എന്താ പറയുക, ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഭയങ്കര ടഫായിരുന്നോ, അല്ലെങ്കിൽ മീഡിയം ലെവലായിരുന്നോ എന്നുള്ളത് എന്ത് ചെയ്യാൻ എൻ്റെ കുട്ടികളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.